क्राइम अलर्ट, जुर्म के खिलाफ आवाज। Happy birthday to you. Happy birthday to you. ഓതറ ആ തുറക്കടി. പെട്ടെന്ന് ചെയ്തു തീർക്കണേ, ഓൾറെഡി ഒത്തിരി ലേറ്റായി. ആ മിശ്ര സാറേ, നിങ്ങളുടെ ട്രക്ക് ഇതേ ലോഡ് ചെയ്തിട്ട് പുറപ്പെട്ടെ, വൈകുന്നേരത്തിന് മുമ്പ് അങ്ങ് എത്തും. നിങ്ങൾ ടെൻഷൻ ആവണ്ട, ഞങ്ങളുടെ ഓൾ ഇന്ത്യ പെർമിറ്റ് ആണ്. ആ ഒട്ടും ടെൻഷൻ എടുക്കണ്ട. ഓക്കെ, ആ ശരി സാറേ, ബൈ. ഭാര്യയുടെ അമിത സൗന്ദര്യം ഭർത്താവിന്റെ കൊലപാതകത്തിന് കാരണമായി. കാമുകന്റെ ഒപ്പം ചേർന്ന് ഉറങ്ങുന്ന ഭർത്താവിനെ തലയിലിടിച്ചു കൊന്നു. എന്നിട്ട് ബോഡീനെ കഷ്ണം കഷ്ണമായി അരിഞ്ഞ് കായലിലിട്ടു. ഭാര്യ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ ആയിരുന്നു. അവിടെ വെച്ചാണ് ഒരു അഫയർ ഉണ്ടാകുന്നതും അതും അവിടെ ജോലി ചെയ്യുന്ന ഒരുത്തനുമായിട്ടുമായിരുന്നു ആ അഫയർ. ഞാനൊന്ന് വീട്ടിൽ പോവാ, ജോലി നോക്കിയോ? അല്ല, നിങ്ങളിപ്പോ എങ്ങോട്ടാ പോന്നേ? ഞാൻ വന്നേക്കാം. അല്ല, ഞാൻ ഒന്ന് പറയട്ടെ. നീ ഒന്ന് നോക്കണേ. എന്താ ഗൗരി, നിന്നെ ഇന്ന് എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചെന്നറിയോ? 3 മാസത്തിന് ശേഷമാണല്ലോ നീ എന്നെ കാണാൻ വന്നിരിക്കുന്നേ. എന്ത് പറയാനമ്മേ, ജോലികളെല്ലാം തീരുമ്പോഴേ ഒരു സമയാകും. രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, പിന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക്, ഇതിനിടയിൽ സമയേ ഇല്ല. നേഹ, ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞാണോ നീ ഹൽവ ഉണ്ടാക്കി തീരുക? കഴിയാറായി ചേച്ചി, ചേച്ചിയുടെ ഫേവറേറ്റ് ഹൽവ. അല്ല അമ്മേ, അമ്മയുടെ കാലുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ആ, ഇപ്പൊ കുഴപ്പമില്ല മോളെ. മിഷനിൽ ചവിട്ടി ചവിട്ടി കാലിങ്ങനെ നീര് വെച്ചു. നീ പറ, നിനക്ക് സുഖമാണോ? നിന്റെ ഭർത്താവിന്റെ വീട്ടിലുള്ളവർ സുഖമായിട്ടിരിക്കുന്നോ? കുഴപ്പമൊന്നുമില്ലമ്മേ. ഗൗരി, ഗൗരി, മോളെ, നീ വേണം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ. നിന്നെ ഞാൻ പഠിപ്പിച്ച് വലുതാക്കിയത് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഭർത്താവിന്റെ വീട്ടിൽ ചിലപ്പോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. നീ സമാധാനമായിട്ടൊന്ന് സഹകരിച്ചു പോ. നമ്മുടെ വീട്ടിലെ കാര്യമൊക്കെ നിനക്കറിയാലോ. ഒരു കാര്യം നീ മനസ്സിലാക്കണം, പ്രശ്നങ്ങളില്ലാത്തതൊന്നും ഈ ലോകത്തിലില്ല മോളെ. കാര്യങ്ങൾ നോക്കി നടത്തി കൺട്രോൾ ചെയ്യണം, ഒന്നും കൈവിട്ടു പോകരുത്. ശരി അമ്മേ. അതിരിക്കട്ടെ അമ്മേ. അമ്മേ, ദാ ഈ പൈസ വെച്ചോ, അമ്മയുടെ ആവശ്യങ്ങൾക്ക്. വേണ്ട മോളെ, നീ കല്യാണം കഴിഞ്ഞു പോയ പെണ്ണല്ലേ. ഇനി നിന്നെ കാശൊന്നും വാങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ അമ്മ ഇത്? വാങ്ങിക്ക്. കഷ്ടപ്പെട്ട് ചേർത്ത് വെച്ചതാ. അമ്മയ്ക്ക് ആവശ്യങ്ങളുണ്ടാവും. നിനക്ക് ശമ്പളം 40,000 രൂപയുണ്ടല്ലോ, പിന്നെ അത്രയും കാശ് എവിടെയാ പോകുന്നത്? അമ്മേ, ഞാൻ പൈസയ്ക്ക് കണക്കുകൾ വെക്കാൻ തുടങ്ങിയ പിന്നെ ജീവിതത്തിന്റെ കണക്കുകൾ തെറ്റിപ്പോകും എനിക്ക്. നേഹ, ചേച്ചിയുടെ ഫേവറേറ്റ് ഹൽവ. നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അയ്യോ ചേച്ചി, നല്ല ചൂടുണ്ട്. എന്തായി കാണിക്കുന്നേ? പയ്യെ കഴിക്കേ, വായ പൊള്ളും. അമ്മ, ഇതിന്റെ ചൂടാറി വരുമ്പോഴേക്കേ എന്റെ ബസ് അങ്ങ് വഴിക്ക് പോവും. ശരി അമ്മ, വരാം. എടി പെണ്ണെ, നിക്ക്, അതങ്ങ് ചൂട് മാറും. കഴിച്ചോണ്ട് പോ. ആ, ഒരു
മിനിറ്റിൽ എന്റെ ബസ് അങ്ങ് പോകും. ശരി അമ്മ, മോളെ വരാം. നിക്ക്, കഴിച്ചോണ്ട് പോ നീ. കേട്ടോ? ചേച്ചി ഈ പെണ്ണിന്റെ ഒരു കാര്യം. അമ്മേ, ഈ ചേച്ചി ആരെയും എപ്പോഴും ഇങ്ങനെ പേടിക്കുന്നേ? അത് ചേട്ടാ, ഈ മഹാരാജ് ഗഞ്ചിലേക്കുള്ള ബസ് വന്നായിരുന്നു ഏട്ടാ. അയ്യോ, അതിപ്പോ ഇവിടുന്ന് പോയതല്ലേ ഉള്ളൂ കൊച്ചേ. ഇനി ഈ ഒരു മിനിറ്റിന് ഞാൻ എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് അറിയില്ലല്ലോ ഭഗവാനെ. പൈസ ഇല്ല കയ്യില്. വീട്ടിലേക്ക് നടന്നു തന്നെ പോണ്ടി വരും. നീ ഇത്രയും നേരം എവിടെ പോയിരുന്നേ? അത് നേഹ എന്നെ ഫോൺ ചെയ്തിരുന്നു. അമ്മയുടെ കാലിനൊരു ചെറിയ പ്രശ്നം, ഞാനതൊന്ന് നോക്കാൻ പോയതാ. ഐ എം സോറി. നിന്നോട് ഞാൻ പറഞ്ഞു. മോനെ, എന്താ പ്രശ്നം? എല്ലാം ശരിയല്ലേ? അമ്മേ, എന്റെ തലയ്ക്ക് മുകളിൽ കൊമ്പ് കാണുന്നുണ്ടോ? നീ എന്താടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഇങ്ങോട്ടൊന്ന് നോക്ക്. അവൾ എന്നെ കണ്ട് പേടിച്ച് നിൽക്കുന്നാണ്ടാ ഞാൻ തിന്നാൻ പോവാണെന്ന് തോന്നും. ആ മോളെ, ഇവൻ ഇങ്ങനെയാ, എപ്പോഴെന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും. നീ ഒരു കാര്യം ചെയ്, നീ പോയി ഫ്രഷ് ആയിട്ട് വാ. എന്നിട്ട് എനിക്കൊരു കപ്പ് ചൂടായിട്ട് ചായ ഇട്ടതാ. ശരി. എന്താടാ നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്തിനാടാ എപ്പോഴും അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? പൊന്മുട്ടയിടുന്ന നല്ലൊരു ഭാര്യയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. നിന്റെ ജോലി പ്രൈവറ്റാ, അത് നീ ഓർക്കണം. ഒരു ജോലിയും കൂലിയില്ലാതെ കറങ്ങി നടക്കുന്നു. ഈ കാലത്തെ ഗവൺമെന്റ് ജോലിയുള്ള പെണ്ണിനെ കിട്ടാൻ ഭയങ്കര പ്രയാസ. അവളോട് സ്നേഹത്തോടെ പെരുമാറാൻ നീ പഠിക്കണം. സർക്കാർ ജോലിയാണെങ്കിൽ ഞാൻ എന്ത് വേണം? അവള് പെണ്ണാണ്, ഞാൻ ആണും. ഞാൻ പറയുന്ന അവളെ കേൾക്കണം. എന്റെ ദൈവമേ, ഈ ചെറുക്കൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നേ? മരം മണ്ടൻ. നീ എന്ത് വിചാരിച്ച് ഇത്രയും പെട്ടെന്ന് ഞാനങ്ങ് ക്ഷമിക്കുമെന്ന് കരുതിയോ? ഇനി തൊട്ട് എവിടെ പോണെങ്കിലും പെർമിഷൻ മേടിച്ചിട്ട് പോണം. മനസ്സിലായോ? മനസ്സിലായോ? അതെ, ചപ്പാത്തി കൊണ്ടുവരുന്നില്ലേ? വരുന്നു. നീ ഇത് എന്ത് നോക്കി നിൽക്കുക? പോയി ചപ്പാത്തി ഉണ്ടാക്ക്. ശരി. നേഹ, ഞാൻ വീട്ടിൽ പോയി കഴിയണോ? നിന്റെ ഹൽവ റെഡിയാവാ. അതെ അമ്മേ, കറി എടുക്ക്, കഴിക്കമ്മേ. എനിക്ക് വേണ്ട വേണ്ട, വയറ് നിറഞ്ഞു, ഞാൻ നല്ലോണം കഴിച്ചു. കാര്യമില്ല. എന്തു പറ്റി അമ്മേ? ഒന്ന് കഴിക്കേ. വേണ്ട വേണ്ട, ഞാൻ ഇഷ്ടംപോലെ കഴിച്ചു. എന്നെ കൊണ്ട് പറ്റില്ല, ഇതേപോലെ നീ കഴിക്കാൻ കഴിക്ക്. പറ്റില്ലല്ലേ? എനിക്കിത് മതി. എന്റെ വയറും നിറഞ്ഞല്ലോ. ഗൗരി, നീ വന്ന് കഴിക്ക്. ശരി.
ഗൗരി ഗൗരി ആ എന്താ നിക്കുന്നേ? ഇരിക്ക്. സൈനഡ് ഇതാ എടുത്തോളൂ. നീ എവിടെ പോന്നു? ബാക്കി എല്ലാ ചെക്കും സൈനഡ്. കഴിഞ്ഞ മാസമല്ലേ എന്നെ കൊണ്ട് 2 ചെക്ക് സൈൻ ചെയ്യിച്ചത്? അത് ഞാൻ ചോദിച്ചോ ഇപ്പൊ. സൈൻ ചെയ്. സൈൻ ചെയ്യാൻ. ശരി. എല്ലാ പാത്രം അവിടെ ഇവിടെ ആയിട്ട് കിടക്കുക. ഇതാ എടുത്തോളൂ. അല്ല അമ്മേ, എന്റെ പ്ലേറ്റ് അവിടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, നീ ഇനി ആഹാരം കഴിച്ചില്ലായിരുന്നോ? ഞാൻ വിചാരിച്ച എല്ലാരും കഴിച്ചു കാണുമെന്ന്. അതുകൊണ്ട് പ്ലേറ്റ് എല്ലാം ഞാൻ സിംഗിൾ കൊണ്ടിട്ടു, വെള്ളവും ഒഴിച്ചു വെച്ചു. നീ ഒരു കാര്യം ചെയ്, നിനക്ക് ഒരുപാട് വിശപ്പ് കാണുമല്ലോ, പെട്ടെന്നൊരു കറി ഉണ്ടാക്ക്. നല്ലോണം വിശപ്പ് കാണുമല്ലോ, 2-3 ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചേക്ക്. ശരി ശരി, അപ്പൊ ഞാൻ പൊയ്ക്കോട്ടെ. അറിയില്ല. ഇന്ന് എന്റെ ജന്മദിനമല്ലേ, ഇന്നും ഇങ്ങരുത് എവിടാ? അവന്റെ കൂട്ടുകാരപ്പ എങ്ങോട്ടെങ്കിലും പൊയ്ക്കാണും. വരും മോളെ. ഹലോ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. മോളെ ഗൗരി, പിറന്നാൾ ആശംസകൾ മോളെ. താങ്ക് യു അമ്മേ. അമ്മേനെ കൃത്യം 12 മണിക്കാണ് വിഷ് ചെയ്തല്ലോ. ചേച്ചി, അമ്മയെ ഞാനാ ഓർമ്മിപ്പിച്ചത്. ഞാൻ നോക്കാം, നീ സംസാരിക്കേ. ശരി അമ്മേ, പുള്ളി വന്നോന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാട്ടോ. എന്നാ ശരി മോളെ. നമസ്കാരം ആന്റി. നമസ്കാരം. നിങ്ങളൊക്കെ? ഞങ്ങളിതേ കേക്ക് വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക. ഇന്ന് ഗൗരിയുടെ ജന്മദിനമല്ലേ? ഓ അതെ അതെ അതെ, അതേതായിരുന്നു. നന്നായി. അകത്തോട്ട് വരൂ, അകത്തോട്ട് വരൂ, അകത്തോട്ട് വരൂ. അല്ല, നിങ്ങളോ ഈ രാത്രിയിൽ വരേണ്ട എന്താ ആവശ്യമായിരുന്നു? ഞാൻ പറഞ്ഞതാ കേക്ക് സ്കൂളിൽ വെച്ച് കട്ട് ചെയ്താൽ മതിയെന്ന്. പക്ഷെ റോഷന പറഞ്ഞ നമുക്കൊരു സർപ്രൈസ് കൊടുക്കാന്ന്. എന്തുപറ്റി ഗൗരി? ഞങ്ങൾ വിചാരിച്ചു നിനക്കൊരു നല്ല സർപ്രൈസ് ആകുന്ന, നീ ഹാപ്പി ആവുന്ന കരുതിയത്. പക്ഷെ നിന്നെ കണ്ടിട്ട് ഞങ്ങൾ വന്നതിന് ശേഷം നീ ഡിസ്റ്റർബ്ഡ് ആയല്ലോ. ഇല്ലില്ല, അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങളുടെ വരവ് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇപ്പോ നിങ്ങളൊക്കെ ചേർന്ന് ഈ കേക്ക് വേഗം കട്ടേ. നമുക്ക് കേക്ക് കഴിച്ചിട്ട് വേഗം കിടന്നുറങ്ങാം. വേഗം കേക്ക് കട്ടേ. ശരി ആന്റി.
Happy birthday to you. Happy birthday to you. Happy birthday to Gauri. അല്ല അതുൽ, നീ ഇങ്ങ് എത്തിയോ? ആ അതുൽ ദേ വന്നല്ലോ. വാ മോനെ വാ, നീയും കൂടെ കേക്ക് കഴിക്കേ. ഇന്ന് ഗൗരിയുടെ ജന്മദിനമല്ലേ? ഹലോ. ഇവരെന്റെ കൂടെ സ്കൂളിലുള്ളവരാണ്. ഇത് നീതു, അത് റോഷൻ. നമസ്കാരം. രണ്ടുപേരും സയൻസ് ടീച്ചേഴ്സാണ്. നിങ്ങളെ കാണാൻ പറ്റില്ല, ഒരുപാട് സന്തോഷം. അല്ല, സാർ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നത്? എന്ത്? ഇവിടെ നിന്നോട് പറഞ്ഞിട്ടില്ലേ? എന്താ ഗൗരി ഇത്? നീ പറഞ്ഞിട്ടില്ലേ ഇവരോട് ഞാൻ ഒരു പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ചെറിയൊരു ജോലിയാ ചെയ്യുന്നതെന്ന്? ഓ, നാണക്കേടായിരിക്കും പറയാൻ. എങ്ങനെ പറയും എന്റെ ഭർത്താവ് ഒരു ചെറിയ ജോലിയാണ് ചെയ്യുന്നത്, ചെറിയ ആളാണെന്ന്? നോക്കൂ, ഇന്ന് എന്റെ ജന്മദിനമാണ്. ഇന്ന് ഇതൊന്നും വേണ്ട. അതിനെന്താ? എന്താ ഞാനെന്താ തെറ്റായിട്ടല്ല പറഞ്ഞോ? എന്റെ ഭാര്യയുടെ ബർത്ത്ഡേക്ക് എന്നേക്കാൾ മുൻപേ അവളുടെ ഫ്രണ്ട്സ് എല്ലാം വന്ന് എന്റെ വീട്ടിൽ കേക്ക് കട്ട് ചെയ്യുന്നു. വാ, എന്താ കഥ! എനിക്കങ്ങ് നന്നായിട്ട് ബോധിച്ചു. കേക്ക് വെട്ടല് മാത്രമല്ല, അതങ്ങ് വായി വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു. കൂടെന്റെ തള്ളയുണ്ടല്ലോ, അത് കണ്ട് കൈയടിക്കുന്നു. നന്നായി, വളരെ നന്നായിട്ട് നിങ്ങൾ ചെയ്തു. പിന്നെ എന്റെ ഭാര്യക്ക് എന്നെ ഒന്ന് കാത്തിരിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താ? മറ്റുള്ളവരോട് കൊഞ്ചിക്കൊഴയണ്ടേ? അവക്ക് അതാണ് ഇഷ്ടം. കൊള്ളാം, കലക്കി, സബാഷ്. എല്ലാരും ചേർന്ന് ആഘോഷിക്ക്. കേക്ക് എടുത്ത് കഴിക്ക്, വെട്ടിക്കഴിക്ക്, കേക്ക് വെട്ടിക്കഴിക്ക്. ഇന്ന് പണം സമ്പാദിക്കുന്ന ഭാര്യയുടെ ബർത്ത്ഡേ ആണ്. വൗ! ഹാപ്പി ബർത്ത്ഡേ ടു യു. നിങ്ങളെല്ലാരും ഞങ്ങളോട് ക്ഷമിക്കണം. ശരി, നിങ്ങൾ പൊയ്ക്കോളൂ. ആ ശരി. മോളെ ഗൗരി, നിന്റെ ബർത്ത്ഡേ ദിവസം ഞാൻ നിന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. നീ എന്തായാലും കേക്ക് വാങ്ങിയിട്ട് വന്നതല്ലേ. ഐ എം സോറി. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. നോക്കൂ, ഇന്ന് സംഭവിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടാവരുത്, പ്ലീസ്. ഉണ്ടാവില്ല. നിങ്ങള് മുകളിലിരിക്കുന്നേ. ഇപ്പോ നമുക്ക് വീണ്ടും ഒന്നുകൂടെ കേക്ക് വെട്ടാം. അതിന് ആദ്യം കാൻഡിൽസ്. ഇനിയിപ്പോ നീ കാൻഡിൽ ഊതി അണയ്ക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഗൗരി, ഹാപ്പി ബർത്ത്ഡേ ടു അതെ, യു. മതി. ദാ കേക്ക് കഴിക്കേ. അതിനെന്താ, ഇനി കേക്ക് കഴിക്കാം. വേണ്ട, ആദ്യം നീയാണ് കഴിക്കേണ്ടത്. സൂപ്പർ. ഇനിയൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് നിന്റെ വായി വെച്ച് തരാം. വാത്ര. ഇത് കഴിഞ്ഞിട്ട് ഒരു പീസും കൂടി. ഈ പീസ് എന്റെ കൈ കൊണ്ട്. ഇത് ലാസ്റ്റാണ്. കഴിക്ക്. വേണ്ട. കഴിക്ക്. ഇത് നീ കഴിച്ചേ പറ്റൂ.
എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയോ? ആ, പിന്നെ അമ്മയ്ക്കുള്ളത്? അമ്മയ്ക്കുള്ള ആഹാരം മുറി തന്നെ വെച്ചിട്ടുണ്ട്. എനിക്ക് സ്കൂളിലേക്ക് ഇറങ്ങാൻ ലേറ്റായി, ഞാൻ ഇറങ്ങാ. ഒന്ന് ഇന്നേ. എന്തോന്നാ ഇത്? നീ എന്താ ഇട്ടേക്കുന്നേന്ന്? അതായത് പറഞ്ഞതിന്റെ അർത്ഥോ? ദേ ഇത് ഇത്രയും വലിയ കഴുത്തുണ്ടാക്കിയത് ആരെ കാണിക്കാനാടി? സ്കൂളിൽ പഠിപ്പിക്കാനാണോ പോകുന്നത് അതോ ശരീരം കാണിക്കാനോ? എന്ത് വർത്താനീ പറയുന്നേ? ഞാൻ ദിവസം സ്കൂളിലേക്ക് ഇങ്ങനെ പോകുന്നത്. സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ സാരിയും ബ്ലൗസും ഇട്ടിട്ട് തന്നെ വരുന്നത്. ഇതിൽ യാതൊരു പ്രശ്നവുമില്ല. വേറെ ആരെന്തൊക്കെ ചെയ്യുന്നെന്ന് എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, മനസ്സിലായോ? അകത്ത് പോയി ഇത് മാറ്റിയിട്ട് വാ. ഇനി ഈ ബ്ലൗസ് ഇട്ടോണ്ട് നിന്നെ കാണരുത്. അല്ല, ഇതിനിപ്പോ എന്താ പ്രശ്നം? ശടാ, എന്ത് പറ്റും മരുമോളെ? അവൻ അങ്ങനെ പറയുന്നെങ്കിൽ ബ്ലൗസ് അങ്ങ് മാറ്റിയേക്ക്. അന്നത്തെ കാലത്ത് ഇത്ര ഫാഷൻ ഒന്നും ഇല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞാൽ ദേ ഇത്ര വരെ ഇതുവരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴോ? അത് പോട്ടെ, സാരമില്ല. ഭർത്താവ് പറഞ്ഞ അനുസരിക്ക്. എങ്ങനെ കേൾക്കാതിരിക്കും? പറയുന്ന കേട്ടില്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് ഇവള് ജോലിക്ക് പോകത്തില്ല. എന്റെ ജോലി അങ്ങ് നിർത്തിച്ചേക്ക്. ഞാൻ സന്തോഷത്തോടുകൂടി വീട്ടിലിരുന്നോളാം. അല്ലെങ്കിൽ ഇന്നലെ നിങ്ങൾ കാട്ടിക്കൂട്ടി പെയ്ക്കൂത്ത്, ഇന്ന് സ്കൂളിൽ മൊത്തം അതായിരിക്കും സംസാരം. എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ എന്നെ അത്രത്തോളല്ലേ അപമാനിച്ചത്. ഇപ്പൊ എനിക്ക് തന്നെ സ്വയം സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. ഇനി ഈ ബ്ലൗസിന്റെ കാര്യമാണെങ്കിൽ ഈ ബ്ലൗസിന് ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. നീ എന്താ ഉടക്കാൻ നിൽക്കാണോ? എന്നെ പഠിപ്പിക്കാണോ നീ? നീ എന്താ പറഞ്ഞേ? ഈ ബ്ലൗസിൽ പ്രശ്നമില്ലെന്നല്ലേ? ഒരു പ്രശ്നമില്ല. ഇപ്പൊ പ്രശ്നമായില്ലേ? പോയി മാറ്റിയിട്ട് വാ. മനസ്സിലാവുന്നില്ലേ? മാറ്റിയിട്ട് വരാൻ. പോ, മാറ്റിയിട്ട് വാ. പോ. എന്താണ് നീ ചെയ്യുന്നേ? അവളെ ജോലിക്ക് വിടാൻ പറ്റില്ലെന്ന് മാത്രം നീ പറയരുത്. ഡാ, നമ്മൾ ബാക്കിയുള്ളവരാ. മാസാമാസം നമ്മളെ തേടി കാശ് വരുന്നുണ്ട്. അമ്മ അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവളുടെ വായിലെ വർത്താനം കേട്ടോ? എനിക്ക് തോന്നുന്നത് വേറെ എന്തോ കാരണമുണ്ട്. ഇങ്ങനെ പോയ ഇവളെന്റെ കയ്യിൽ നിന്ന് പോകുന്ന തോന്നേ. ഇപ്പോഴെങ്കിലും നീ ഒന്ന് സന്തോഷിക്കടാ. നീ പറഞ്ഞ കാര്യം അവൾ അനുസരിച്ചില്ലേ? ബ്ലൗസ് മാറ്റിട്ട് വന്നില്ലേ? അപ്പൊ കുട്ടികളെ, നവംബർ 21 തീയതി 1853 റാണി ലക്ഷ്മിഭായുടെ ഭർത്താവ് രാജ ഗംഗാധർ റാവു മരിച്ചുപോയി. എന്ത് സംഭവിച്ചു? ഇംഗ്ലീഷ് ജനറലായ ഡൽഹൌസി ലക്ഷ്മിബായിയുടെ മകനായ ദാമോദർ റാവുവിനെ ഝാൻസിയുടെ ഭാവി രാജാവായി അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. എന്ത് ചെയ്തു? അതിനുശേഷം റാണി ലക്ഷ്മിഭായും ഇംഗ്ലീഷുകാർക്കുമിടയിൽ ഒരു യുദ്ധം നടന്നു. അതിലവർ വളരെ ധീരയായി പോരാടി. അപ്പോ കുട്ടികളെ, നമ്മൾ എപ്പോഴും മറക്കാതെ ഒരു കാര്യം ഓർത്തു വെക്കേണ്ടത്, നമ്മൾക്കെതിരെ അതിക്രമം നടക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിനെതിരെ ശബ്ദമുയർത്തണമെന്നതാ. പരാജയപ്പെട്ട് പിന്മാറാൻ പാടില്ല. ആലോചിച്ചു നോക്കിയേ, ലക്ഷ്മിഭായ് അന്ന് പരാജയം സമ്മതിച്ചിരുന്നെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരായുള്ള നമ്മുടെ സ്വാതന്ത്ര്യ സമരം ഒരിക്കലും തുടങ്ങുക പോലുമില്ലായിരുന്നു, അല്ലേ? ശരി കുട്ടികളെ, ഇന്നിപ്പോ നമ്മൾ ഇത്രേ പഠിക്കുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് നാളെ പഠിക്കാം. ഗൗരി, നീ ഓക്കെ അല്ലേ? ആ, ഞാൻ ഓക്കെയാണ്. അല്ല, ഇതെന്താ നിന്റെ അമ്മായിമ്മയുടെ ബ്ലൗസ് ആണോ ഇത്? അല്ല, അത് വെറുതെ ചുമ്മാ എടുത്തിട്ടതാണെന്ന്. ഗൗരി, ഗൗരി, ഒരു മിനിറ്റ് ഒന്ന് നിക്ക്. അതെ, ഞാൻ കേട്ടു നീ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു തെറ്റ് കണ്ടാൽ ശബ്ദം ഉയർത്തണമെന്ന്. പക്ഷെ നീ എന്താ ചെയ്യുന്നേ? നിന്റെ ഭർത്താവിന്റെ നിന്നോടുള്ള പെരുമാറ്റം ഒട്ടും ശരിയല്ല. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? നീതു, ഇതെന്റെ വീട്ടിലെ കാര്യമാണ്. അത് ഞാൻ സോൾവ് ചെയ്തോളാം. പിന്നെ വിവാഹ ജീവിതത്തിൽ ഇത്തരം പ്രശ്നങ്ങളെല്ലാം സ്വാഭാവികമല്ലേ? ഞാൻ സോൾവ് ചെയ്തോളാം. എന്നാ നമുക്കിനി നാളെ കാണാം. ഞാൻ വൈകുന്നു. ഇതിനെ പൊട്ടാൻ ഈ നേരെ കിട്ടിയുള്ളൂ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി ഇന്നും എങ്ങനെ ലേറ്റായ
അല്ല ഗൗരി, എന്തു പറ്റി? ഇല്ല ഒന്നുമില്ല, അത് ചെരുപ്പൊന്ന് ചെറുതായി പൊട്ടി. എന്നാ കേറ്, ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട നിങ്ങൾ പൊക്കോളൂ, ഞാൻ ഓട്ടോ വല്ലതും വിളിച്ചോളാം. അല്ല, ഇവിടെ നോക്ക എങ്ങനെ റിക്ഷ കിട്ടാനാ? കേറ്, ഇരിക്കും, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. നിങ്ങൾ പൊക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. അല്ല, എന്തിനാ ഇത്രമാത്രം ബലം പിടിക്കുന്നേ? നീ എനിക്ക് നല്ലൊരു ഫ്രണ്ട് അല്ലേ? അപ്പൊ ഒരു ഫ്രണ്ടിന് വേണ്ടി ഈ സഹായം പോലും ചെയ്തില്ലെങ്കിൽ എങ്ങനെ? കേറ്, പെട്ടെന്ന് ഇരിക്കേ. എന്റെ നേഹ, അങ്ങനെയുള്ള കാര്യമൊന്നുമില്ല. ഞാൻ എന്തിനാ നുണ പറയേണ്ടത്? നീ എന്റെ മുമ്പിൽ വലിയ അമ്മ കളിക്കൊന്നും വേണ്ട. ഇപ്പൊ നീ ചെറുതായിരുന്നാ മതി. ചേച്ചി, ഞാനിപ്പോ കുട്ടിയൊന്നുമല്ല, വലുതായി കഴിഞ്ഞു. ഇനി എത്ര കാലം ചേച്ചി എന്നെ കുട്ടിയാന്ന് പറയും? ആ പിന്നെ, ചേച്ചിക്ക് എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും അത് എന്നോട് ഷെയർ ചെയ്യാം. ഹലോ ചേച്ചി, എന്തു പറ്റി? ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലെന്ന്. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചി ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്നോട് പറയുന്നോണ്ട് ചേച്ചിയുടെ വിഷമം കുറയുമല്ലോ. അതിനൊരു സൊല്യൂഷനും കിട്ടും. മനസ്സിലായോ? ഞാൻ നിന്നെ പിന്നെ വിളിക്കാന്ന. ഓക്കെ, ബൈ. എന്താ നിങ്ങൾക്ക് പറ്റി? നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? ഞാനിവിടെ ജീവനോട് ഇരിക്കുന്നില്ലേ? പിന്നെ പിന്നെ ബാക്കിയുള്ളവരുടെ കൂടെ എന്തിനാ കറങ്ങി നടക്കുന്നേ? എന്ത്? എന്നെ ചതിക്കാണോ നീ? നോക്ക്, ഈശ്വരനറിയാൻ ഞാൻ നിങ്ങളെ അല്ലാതെ മറ്റൊരു പുരുഷനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല എന്നുള്ളത്. നോക്ക്, എന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല. തെറ്റിദ്ധാരണ നിങ്ങൾക്കാണ്. നിങ്ങൾ എന്റെ ഭർത്താവാണ്. നിങ്ങൾ എങ്ങനെ കരയരുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറാ. നിങ്ങൾ നിങ്ങളുടെ ദേഷ്യം മാത്രം ഒന്ന് കൺട്രോൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഈ ദേഷ്യം കാരണം നമുക്കിടയിൽ ഒരു അകലം വരുന്നത്. ഞാനിപ്പോ വരാം. എന്റെ ഭഗവാനെ, എല്ലാം നേരെയാക്കിയിരിക്കണേ. ഇത് എന്താ നിങ്ങൾ ചെന്ന് കൈവിട്. അകൽച്ച, നമ്മുടെ നടുക്ക് അകൽച്ച വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ കൈവിട്, എനിക്ക് വല്ലാതെ വേദനിക്കുന്നു. ഇപ്പൊ എനിക്ക് അറിയേണ്ടത് ഈ അകൽച്ച എങ്ങനെ വന്നെന്നാണ്. കൈവിട്. എന്നെ കാരണമാണോ വന്നത്? എന്റെ തെറ്റാണോ? പറയടി. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഞാനൊരു മനുഷ്യനെ, എനിക്ക് വേദനിക്കുന്നുണ്ട്. എന്റെ കൈയൊന്ന് വിട്. നീ എന്തായാലും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. പറയടി. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു തരാടി. നിങ്ങൾ എന്തേ ചെയ്യുന്നേ? ഞാൻ പറഞ്ഞു തരാടി. അതുൽ, നീ എന്തിനാ അവളെ റൂമിൽ പൂട്ടി വെച്ചിരിക്കുന്നേ? എന്നെ കൊണ്ട് ചായയും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഡോർ ഓപ്പൺ ചെയ്ത് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. കുറച്ച് ദിവസത്തേക്ക് അവളെ പഠിപ്പിക്കാൻ പോകുന്നില്ല. 4 ദിവസം അവിടെ ഇരിക്കട്ടെ, അവളുടെ അഹങ്കാരം കുറയും. ഇങ്ങനെയാണോ അവളെ പാഠം പഠിപ്പിക്കുന്നത്? ഈ വയസ്സായ കാലത്ത് എന്നെ കൊണ്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ? വീട്ടിലെ ജോലി ആരും ചെയ്യുന്നേ? എന്നെ കൊണ്ട് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല, ചായയും കാപ്പിയൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. നീ ഡോർ ഓപ്പൺ ചെയ്. എന്നെ കൊണ്ട് എല്ലാ ജോലിയും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കേ. എന്താ അമ്മ ഇത്? സർക്കാർ ജോലിക്കാരി സ്വന്തം ജോലിക്കാരിയൊക്കെ നോക്കാണോ? എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യേ. 4 ദിവസം കൊണ്ട് അവളുടെ അഹങ്കാരം ഒന്ന് കുറയട്ടെ. അത് തലയ്ക്ക് പിടിച്ചിരിക്കുക അവള്. മതിയായി, എനിക്ക് മതിയായി. എനിക്ക് ഓഫീസിൽ ഇപ്പം സമയമായി, ഞാൻ ഇറങ്ങുക. എടാ, പറയുന്ന കേക്ക്.
അമ്മേ അമ്മ എനിക്ക് വിശക്കുന്ന്. കഴിക്കാൻ എന്താ ഉള്ളേ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ അമ്മ ഇത്? ഫുഡ് ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്നെ വിളിച്ചൊന്ന് പറയാൻ മേലായിരുന്നോ? വരുന്ന വഴിക്ക് മേടിച്ചോണ്ട് വന്നേനല്ലോ. നോക്ക്, ഈ വീട്ടിലെ ജോലിയൊന്നും എന്നെ കൂടെ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ പറ്റില്ല. നീ ഒരു കാര്യം ചെയ്, അവളെ കെട്ടഴിച്ചു വിട്ടേക്ക്. ആഹാരം ഉണ്ടാക്കാൻ അവളോട് പോയി പറ. എനിക്ക് ഒരുപാട് വിശപ്പുണ്ട്. എന്താ അമ്മ ഇത്? എന്തൊക്കെയായി കാണിക്കുന്നേ? ആരാ വിളിക്കുന്നേ? ഒരു മിനിറ്റ് ഒന്ന് മിണ്ടല്ലേ. ഹലോ ഹലോ ചേട്ടാ, ചേച്ചിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് ചേച്ചിയോടൊന്ന് സംസാരിക്കണം. അത് അവളുടെ ഫോൺ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി. പൊട്ടിപ്പോയെന്നോ? ശരി, കുഴപ്പമില്ല. ചേട്ടൻ ഫോൺ ചേച്ചിക്കൊന്ന് കൊടുത്താൽ മതി. അത് നേഹ, അവൾ ഓൾറെഡി ഉറങ്ങി. അവൾ എഴുന്നേറ്റ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ? പിന്നെ ഫോൺ കട്ട് ചെയ്തോ? അല്ല, ചേച്ചി ഇത്ര നേരത്തെ കിടന്ന് ഉറങ്ങില്ലല്ലോ. എന്നാ പിടിക്കാമേ, പോയി കഥവ് തുറക്ക്. ആഹാരം ഉണ്ടാക്കാൻ പറ. പ്രശ്നങ്ങളെല്ലാം നീയാ ഉണ്ടാക്കുന്നത്. സമാധാനിപ്പിക്കാൻ മാത്രം എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടോളൂ. വെള്ളം വെള്ളം. നിക്ക്, ഞാൻ വെള്ളം തരാം നിനക്ക്. വാ, സൂക്ഷിച്ചു വാ. വാ, പതുക്കെ മോളെ, സൂക്ഷിച്ച്. പതുക്കെ മോളെ, പതുക്കെ വാ. വാ വാ, ഇവിടെ ഇരിക്കും മോളെ, ഇരിക്കെ. പതുക്കെ സൂക്ഷിച്ച്. ഇന്നാ മോളെ വെള്ളം കുടിക്ക്. ഇന്നാ മരുമോളെ കുടിക്ക്, വെള്ളം കുടിക്ക്. എല്ലാം ശരിയാവും മോളെ. വെള്ളം കുടിച്ചു കഴിഞ്ഞില്ലേ? എന്നാ പോയി ആഹാരം ഉണ്ടാക്ക്. ഞങ്ങൾക്ക് വിശക്കുന്നു. അമ്മേ, നിങ്ങൾക്ക് കഴിക്കാൻ ഇന്ന് എന്താ വേണ്ടത്? എന്തെങ്കിലും ചെയ്യും മോളെ. നീയും ഇന്നലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. നിനക്ക് നല്ലപോലെ വിശപ്പുണ്ടാവുമല്ലോ അല്ലേ? നിനക്ക് പറ്റുന്നത് എന്തായാലും നീ ഉണ്ടാക്കി തന്നാൽ മതി. ചേച്ചിയാണല്ലോ വിളിക്കുന്നേ. അമ്മേ, അമ്മേ, ഒന്നെണിക്ക്. ഇത് ചേച്ചിയാ വിളിക്കുന്നേ. ഹലോ ഗൗരി, മോളെ എന്ത് പറ്റി? അമ്മേ, അമ്മേ, നീ ചെകുത്താനടുത്തുനിന്ന് രക്ഷിക്കേ.
അവൾക്ക് അന്യായത്തിനെതിരെ പോരാടാൻ പറ്റുമോ? നീ ഇവിടുന്ന് എവിടെയും പോകുന്നില്ല, ഇവിടെ ഉണ്ടാവും. എന്റെ ഭാര്യ ഇത്. കൈവിട്. കൈവിടാനല്ലേ പറഞ്ഞത്? സഹോദരി, നിങ്ങൾ ഇരിക്കേ, നമുക്ക് സമാധാനമായിട്ട് സംസാരിച്ച് തീർക്കാം. ഇത്രയും ദിവസമായിട്ട് എന്റെ മോളെ ഒരക്ഷരം മിണ്ടാതെ ക്രൂരത എല്ലാം സഹിച്ചുകൊണ്ടിരുന്നു. എനിക്കിപ്പോ ഫോൺ ചെയ്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും ഇതൊക്കെ? ഇപ്പൊ അറിഞ്ഞല്ലോ. എന്ത് ചെയ്യണമെങ്കിലും ചെയ്തോ, എന്റെ ഭാര്യയാണിത്. ഞാൻ തനിച്ചാണ്, വിധവയാണ്, പക്ഷെ ധൈര്യമില്ലാത്തവളല്ല. നിങ്ങളെക്കുറിച്ച് ഞാൻ പോലീസിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്താലുണ്ടല്ലോ, രണ്ടുപേരും ജയിലിലിരിക്കും. മനസ്സിലായോ? അയ്യോ സഹോദരി, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് പിന്നെ നിങ്ങൾ മരുമകളെ കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. കുറച്ച് ദിവസത്തിന് ശേഷം എല്ലാം പഴയതുപോലെ ശരിയായിക്കോളും. ഇവൾ ശരിക്കും എന്റെ മോളെ പോലെ തന്നെയാ. ഞങ്ങളോടൊപ്പം കുറച്ച് ദിവസം ഇവിടെ താമസിച്ചാൽ അവൾക്കൊരു മനസ്സമാധാനം കിട്ടും. അമ്മ എന്തിനാ അവളെ വിട്ടത്? പോകാൻ വിട്ടതല്ല, നിന്നെ ഞാൻ രക്ഷിച്ചതാ. ഇങ്ങോട്ട് നോക്ക്. ഒരുപക്ഷെ അവർ പോലീസിൽ പോയി കംപ്ലൈന്റ് ചെയ്താലുണ്ടല്ലോ, പിന്നെ നമ്മൾ രണ്ടാളും ജയിലിൽ പോയിരുന്ന് മാവാട്ടേണ്ടി വരും. എടാ, നാളെ അവളുടെ വീട്ടിൽ ചെന്നിട്ട് ക്ഷമ ചോദിക്കുന്ന പോലെ വല്ല നാടകം വല്ലതും കളിച്ചിട്ട് അവളെ കൊണ്ട് കൂട്ടിക്കൊണ്ടു പോവാ. മനസ്സിലായോ? ഗൗരി, എന്തായാലും നീ എടുത്ത തീരുമാനം വളരെ ശരിയാ. ആ മനുഷ്യനൊന്നല്ല, മൊത്തത്തിലൊരു ചെകുത്താനാ. നീ നല്ലോണം പഠിച്ചൊരു സ്ത്രീയല്ലേ, നിനക്കാണെങ്കിൽ കയ്യിൽ നല്ലൊരു ജോലിയുണ്ട്. നിനക്ക് നിന്റേതായ രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിച്ചൂടെ? ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാൻ വന്നയാ, നിന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നയാ. പക്ഷെ നീ ഈ വൃത്തികെട്ടവന്റെ കൂടെ സല്ലപിക്കുന്നു. ഞാൻ നിന്നോടല്ലേ വിടാൻ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വിടാൻ. അയാളെ വിടാൻ, വിടാനല്ലേ പറഞ്ഞേ? അയ്യോ, വിടാൻ. ഇതിലെടാ, എന്താ ഇത്? ധൈര്യം ഉണ്ടാവും നിനക്ക്. നിനക്കെന്താ വട്ടാണോ? ഓ, ഇത്രയ്ക്ക് സ്നേഹം നിനക്ക് അവനോടുണ്ടോ? വിടാ അയാളെ. അപ്പൊ ഇവനെ തീർത്ത എല്ലാ കാര്യങ്ങളും അവസാനിക്കും. ഇവനെ വിടാൻ. കൊന്ന് ഞാൻ കൊല വിളിക്കുന്നു. ഗൗരി, നീ ഇതൊന്നും മിണ്ടാതെ നിൽക്കുന്നേ. വിടാൻ അയാളെ, വിടാനല്ലേ പറഞ്ഞേ? നിനക്ക് ഭ്രാന്തായോ? നീ ഇവന് വേണ്ടി എന്നോട് വഴക്ക് കൊടുത്തു. നിനക്കിത് നല്ലതിനല്ല. നിന്നെ പോലെ ഒരുത്തൻ, അതും കാൽ കാശിന് വകയില്ലാത്തവൻ. എന്റെ അത്ര പഠിപ്പോ ഇല്ല, എന്റെ അത്ര അർഹതയോ ഇല്ല. നിന്റെ പീഡനമാണോ ഞാൻ സഹിച്ചുകൊണ്ടിരുന്നത്? ഇല്ല, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റായി പോയി. ഇനി നിന്റെ അതിക്രമങ്ങൾ ഞാൻ സഹിക്കില്ല. ഇനി മേലെ എന്റെ മുമ്പിൽ പോലും കണ്ടുപോരുത് നിങ്ങളെ. നിന്നെ തൂക്കിയെടുത്ത് ഞാൻ കൊണ്ടുപോകും. ശരി, കൊണ്ടുപോ, കൊണ്ടുപോ. നീ നിന്റെ കൂടെ കൊണ്ടുപോ. ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇനി എങ്ങാനും എന്റെ ജീവിതത്തിൽ ഇടപെടാൻ നോക്കിയാലുണ്ടല്ലോ, കൊന്നുകളയും ഞാൻ നിങ്ങളെ. മനസ്സിലായോ? ഇനി പൊക്കോവിടുന്ന്, പൊക്കോളെ. ആടി, ആടി എന്റെ കൂടെ. അവളുടെ ഇഷ്ടം നിനക്ക് കൂട്ടിക്കൊണ്ടു. ഹലോ, നിങ്ങളാരാ സംസാരിക്കുന്നത്? ഹലോ, 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 പോലീസ് സ്റ്റേഷൻ. ഒരാള് ഇപ്പൊ എന്നെ
കൊല്ലുമെന്ന് ഫോണിൽ ഭീഷണിപ്പെടുത്തി. ഹലോ, എന്ത് എന്ത്? അതുൽ, അതുൽ, നിനക്ക് എന്ത് പറ്റി മോനെ? നിനക്ക് എന്ത് പറ്റി? ഇതെങ്ങനെയാ ഇത് അതുൽ? അതുൽ, ഇതെന്താ അമ്മ ഈ പറ്റിയതൊക്കെ? അമ്മേ, നീ എന്ത് ചെയ്തേ? നീ എന്ത് ചെയ്തേ? എന്റെ മകൻ നിന്നോട് ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞിട്ട് നീ അവനെ കൊന്നുകളഞ്ഞില്ലേ? നിനക്കിങ്ങനെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു? എന്തിനു നീ ഇങ്ങനെ ചെയ്തു? എന്തിനാ അവനെ കൊന്നുകളഞ്ഞേ? എന്റെ മോനെ നീ എന്നിൽ നിന്ന് അകറ്റി മാറ്റിയില്ലേ? നിങ്ങൾ എന്തീ പറയുന്നേ? കോൺസ്റ്റബിൾ, അവളെ അറസ്റ്റ് ചെയ്യ. ഇല്ല സാർ, ഏതോ തെറ്റ് നടന്നിരിക്കുന്നു. എന്റെ മകൾ അങ്ങനെ ചെയ്യില്ല, ചെയ്യില്ല സാർ. എന്റെ മകൾ അങ്ങനെ. അമ്മേ, ഞാൻ ഒരു പ്രാവശ്യം മുഖം ഒന്ന് കണ്ടോട്ടെ. നീ മിണ്ടി പോകരുത്. അന്യായമായിട്ട് എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ലേ നീ? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞത് ശരിയാ ഇൻസ്പെക്ടർ സാർ. ആ ലെറ്റർ ഇവൾക്കടുത്ത് കാണിച്ചു കൊടുക്ക്. ഞാൻ നിങ്ങളുടെ കയ്യിൽ തന്നില്ലേ? അതിൽ അവൻ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവളാണത്. ഇവളാണ് അവനെ കൊല്ലാൻ ആഗ്രഹിച്ചത്. എന്താ ഈ പറയുന്നത്? അവര് പറഞ്ഞതൊക്കെ ശരിയാ. ഈ ലെറ്ററാണ് അതിനുള്ള ആധാരം. അതുൽ മരിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ചിട്ടാ പോയത്. അയാളുടെ ഭാര്യ അവനെ കൊന്നുകളയുന്ന ഭീഷണിപ്പെടുത്തുവാണെന്ന്. സാറേ, എന്റെ കൂട്ടുകാരന് ദേഷ്യം വരുന്നുള്ള സത്യ. മാത്രല്ല, ഇവര് തമ്മിൽ ഒരുപാട് വഴക്കമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവളിങ്ങനെ കൊന്നുകളയുന്ന ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഞാൻ എന്റെ ഭർത്താവിനെ സ്വയം കൊല്ലുമെന്നാണോ? അമ്മ ഇവരോടൊന്ന് പറഞ്ഞ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. മാഡം, ആദ്യം നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം സ്റ്റേഷനിലേക്ക് വരണം. കാരണം നിങ്ങൾക്കെതിരെയുള്ള എല്ലാ എവിഡൻസും ഞങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഭർത്താവിനെ കൊന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യിച്ചതാണ്. അവരെ വണ്ടിയിലേക്ക് കയറ്റ്. ചെയ്തിട്ടില്ല. അമ്മ ഇവരോട് പറയാൻ ചെയ്യില്ല സാർ. ചെയ്തിട്ടില്ല. അതുൽ, എന്നെ വിട്ട് പോയോ? മേഡം, ഇല്ല. നീ എന്താ കരുതത്? നിന്റെ ഭർത്താവിനെ കൊന്നുകളഞ്ഞ ആർക്കൊന്നും അറിയില്ലെന്നോ? സാർ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എല്ലാ എവിഡൻസും നിനക്കെതിരെയാണ്. ഒരുപാട് പേര് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നീ ആയിരിക്കും നിന്റെ ഭർത്താവിനെ കൊന്നിട്ടുണ്ടാവുക എന്ന്. ഇല്ല സാർ, ഞാൻ അങ്ങനെയൊന്നും നിനക്ക് കിട്ടാൻ പോകുന്നത് വലിയൊരു ശിക്ഷയാണ്. സാർ, ഇല്ല സാർ, ഇതെല്ലാം തെറ്റാണ് സാർ. ഇല്ല മേഡം, പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്കേ. ജയ് മാതാജി, എല്ലാവരും പറയാം. ജയ് മാതാജി, എല്ലാവരും പറയാം. ആ ജയ് അമ്മയെ മാത്രമേ മാതാജി. കണ്ടു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ജയ് കാണും. മാതാജി, അമ്മ പേടിക്കണ്ട. ജയ് മാതാജി, എല്ലാവരും ഹലോ, ജയ് അമ്മേ, മാതാജി, ഇത് ഭയങ്കര ബഹളമാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് എല്ലാവരും വിളിക്കാം. പറയാം. ജയ് മാതാജി, എല്ലാവരും പറയാം. ജയ് മാതാജി, ജയ് മാതാജി, എല്ലാവരും പറയാം. ജയ് മാതാജി, എല്ലാവരും പറയാം. ജയ് മാതാജി, എല്ലാവരും പറയാം. ജയ് മാതാജി, ജയ് മാതാജി, എല്ലാവരും പറയാം. ജയ് മാതാജി, എല്ലാവരും പറയാം. ജയ് മാതാജി, ജയ് മാതാജി. ഹലോ, പോലീസ്. സാറേ, സാർ, ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. സത്യം പറയടാ. പറയാ നിന്നോടല്ലോ. സാറേ, സാറേ, ഞാൻ പറയാം സാർ. സാറേ, ഞാൻ എല്ലാം പറയാം സാർ. എല്ലാ സത്യം വ്യക്തമായി പറയണം. സാർ, ഞാൻ എല്ലാം പറയാം സാർ. സാറേ, സാറേ, എനിക്കുണ്ടായ നാണക്കേട് എനിക്ക് സഹിക്കാൻ പറ്റില്ല സാറേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ദീപേഷിന്റെ കൂടെ ചേർന്നിട്ട് ചെയ്തതാ ഇത്. ദിപേഷോ? അതെ സാർ. കോൺസ്റ്റബിൾ, ആ ദീപേഷിനെ അറസ്റ്റ് ചെയ്യ. സത്യം പറയ്. സാറേ, 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 അല്ലല്ല സാറേ. ഹൈവേയിൽ വെച്ച് സാർ, 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 ഞാൻ പറയാം സാർ. സാറേ, ഹൈവേയില് റോഡിന്റെ സൈഡിൽ എന്റെ ഹൈറ്റ് വെയിറ്റ് ഉള്ള ഒരാളിനെ ഞങ്ങൾ തപ്പിയെടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അവനെ പിടിച്ചിട്ട് വേറെ ആരും അറിയാതെ അവനെ ഞങ്ങൾ കുത്തിക്കൊന്നു. അതവന്റെ പോക്കറ്റിയുടെ
അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ് സാറേ. അവള് കൂടുതൽ സമ്പാദിക്കുന്നതുകൊണ്ട് എന്നെ അനുസരിക്കുന്നില്ലായിരുന്നു സാറേ. എന്നെ നാണം കെടുത്തി സാറേ. അവള് സ്കൂളിൽ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെടുത്തി സാറേ. ഞാൻ ഭർത്താവല്ലേ. അപ്പൊ ഞാൻ തീരുമാനിച്ചു അവളെ ഒരു പാഠം പഠിപ്പിക്കുമെന്ന്. അതിനുവേണ്ടി ഞാൻ പ്ലാൻ ഉണ്ടാക്കി. അതിലവളെ പെടുത്തി ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. പിന്നെ ലെറ്റർ എഴുതി വെച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞ് അവളെന്നെ കൊല്ലാൻ നോക്കുന്നത്. പിന്നെ ഈ ദീപേഷും ഗൗരിക്കെതിരായിട്ട് പോലീസിൽ മൊഴി കൊടുത്തു. സാർ 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 നീ ഒരു പാവത്തിനെ കൊന്നല്ലേ? നീയല്ല ജീവിതകാലം മുഴുവനും ജയിലിൽ തന്നെ കിടക്കണം. അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്.